അല്ല, ഇപ്പോൾ താങ്കൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. ഇപ്പോൾ ഈ 2.5 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പോസിറ്റീവായിട്ടൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, കഴിഞ്ഞ ഗവൺമെൻറ് അതിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സാധാരണ ഒരു MLA ഒരു കത്ത് കൊടുക്കുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റും വെച്ചിട്ടാണ് കത്ത് കൊടുക്കുക. ഒന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ ആൾക്ക് രോഗമുണ്ടോ, 2 വരുമാന സർട്ടിഫിക്കറ്റ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണുള്ള സഹായം. മുൻപൊക്കെ കഴിഞ്ഞ 5 UDF ഭരിച്ച കാലത്ത് എനിക്ക് മാത്രമല്ല എല്ലാ MLA-മാരും കൊണ്ട് കത്ത് കൊടുത്താൽ CM അതിൽ ഓർഡർ ഇടും. അതിന് ആദ്യം ഉടനെ കലക്ടർ ഒരു കമ്മിറ്റിക്ക് വിടും. കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അതിൽ പറയുന്ന തുക കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് അന്നൊരു നിയമം ഉണ്ടായിരുന്നു, നിയമമല്ല, ഒരു മര്യാദ, 50,000 രൂപയിൽ കൂടുതൽ സഹായം അനുവദിച്ച വീടുകളിൽ MLA-മാരുടെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷം, ഇപ്പോൾ 3 വർഷമാകാൻ പോവല്ലേ, ഞാൻ ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കിട്ടിയെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അതിലൊരു മറുപടി കിട്ടാറില്ല. മറുപടി കിട്ടിയിട്ടില്ല. പല ആൾക്കാരെ കിട്ടിയ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു സാർ കിട്ടിയെന്ന് പറഞ്ഞു. അതും 1 ലക്ഷം ഒന്നും കിട്ടിയതായിട്ട് എനിക്ക് ഇതുവരെ അറിയാം. ഞാൻ ഒരു പാർട്ടി നോക്കാതെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ എന്നെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഞാൻ പാർട്ടി നോക്കാതെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞാണ് എനിക്ക് ജയിച്ചു വരാൻ കഴിയുന്നത്. വെറും രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ. അപ്പോൾ എനിക്ക് പോലും ഇതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവം എന്ന് പറയുന്നത്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വക മാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള വിമർശനവും അത് മാത്രമല്ല, ഈ CPM-ൻ്റെ ഒരാളെ BJP-കാരൻ കൊല്ലുമ്പോൾ ഞങ്ങളിപ്പോൾ ഇതിലൊന്നും കക്ഷിയായിരുന്നില്ല, എന്നിട്ട് ഞങ്ങളുടെ 3 പേരെ കൊന്നു. അതേ 10 വർഷമായിട്ട് ഞങ്ങൾ ഒരു സംഘർഷത്തിലും കോൺഗ്രസ് കക്ഷിയായിട്ടില്ല. ഇപ്പോൾ ഷുഹൈബിനെ കൊന്ന സമയത്ത് P. ജയരാജൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ കോൺഗ്രസ്സുമായിട്ട് ഒരു സംഘർഷവും ഇല്ലല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ BJP-യും CPM-ഉമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന CPM-കാർക്കൊക്കെ നല്ല രീതിയിൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പിരിച്ചു കൊടുക്കുന്നതിന് പുറമെ ഗവൺമെൻറ് കൊടുക്കും. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുക്കും. അപ്പം ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ഇലക്ഷനിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ എല്ലാ വിഷയങ്ങളും കേരളത്തിലെ കഴിഞ്ഞ 3 വർഷത്തെ ഗവൺമെൻറ് എന്തുകൊണ്ട് പരാജയമാണ് അത് പറയണമല്ലോ, അല്ലാതെ വെറുതെ കാടടച്ച് വെടിവെക്കുകയല്ല. പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിനെ ഒരു ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഇലക്ഷൻ കൂടിയായിരിക്കും ഈ ലോക്സഭ. UDF-ന് എത്ര സീറ്റ് കിട്ടാനാണ് സാധ്യത? ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ 12 ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ മുദ്രാവാക്യം 2020. പക്ഷേ നമ്മൾ ചില റിയാലിറ്റി മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 14 സീറ്റാണ്. അല്ല മറ്റേ കോൺഗ്രസ്സിന് 8, ലീഗ് 2, 10, പിന്നെ RSPക്ക് 1, ഞങ്ങൾക്ക് 12 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആ 12 സീറ്റ് നിലനിർത്തുക, അത് ഒന്നാമത്തെ ഞങ്ങളുടെ ലക്ഷ്യം. 2009 ജയിക്കുകയും 2014 ഒരു നോട്ടപ്പശു കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്ത സീറ്റുകളുണ്ട്. അതായത് ഇടുക്കി, കണ്ണൂർ, ചാലക്കുടി, തൃശ്ശൂർ. ആ സീറ്റുകൾ തിരിച്ചു പിടിക്കുക. 2 ഇലക്ഷനിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 4 സീറ്റുകൾ എങ്ങനെ പിടിക്കാം? അതിലിപ്പോൾ കാസർഗോഡ് ഞങ്ങൾ അതിൻ്റെ അടുത്ത് വരെ വന്നു. 6000 വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു പിടിക്കുക. പാലക്കാട് ഞങ്ങൾ 991 വരെ ഞങ്ങൾ ജയിച്ച സീറ്റാണ്. അതൊക്കെ തിരിച്ചു പിടിക്കാവുന്ന സീറ്റുകളാണ്. കഴിഞ്ഞ വീരേന്ദ്രകുമാർ നിന്നപ്പോഴാണ് ആ സീറ്റ് പോയത്. അത് അദ്ദേഹം ഓരോ സമയത്തും എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ ഫലം, അതുകൊണ്ടാണ് പോയത്. പിന്നെ ആലത്തൂർ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 16 സീറ്റ് എന്തായാലും കിട്ടും. 16 മിനിമം. അതേപോലെ 2020 എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. പിന്നെ നമ്മൾ എന്തെല്ലാം പരിശ്രമിച്ചാലും ചിലയിടത്ത് നമുക്ക് ചില പ്രാദേശികമായിട്ടുള്ള ചില ഇക്വേഷൻ ചിലപ്പോൾ മാറും. അതുകൊണ്ടാണ് 16 എന്ന് പറയുന്നത്. ലക്ഷ്യം 20 സീറ്റ്. ഈ യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് ഇങ്ങനെ മുറവിളി പണ്ടുതൊട്ടേ ഉണ്ടാവും. വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവും ലിസ്റ്റിൽ? തീർച്ചയായിട്ടും ഉണ്ടാവും. 2-ൽ കുറയാത്ത സ്ഥാനാർത്ഥികൾ വനിതകളുടെ ഭാഗത്തുണ്ടാവും. ശരിയാണ്, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ UP-യിൽ പാർട്ടി ഒരു പ്രധാന ചുമതല കൊടുത്തിട്ടുണ്ട്, ദേശീയ നേതൃത്വത്തിലേക്ക് വന്നു. ഇത് ഏത് രീതിയിലായിരിക്കും പാർട്ടിക്ക് സഹായം ചെയ്യുന്നത്? തീർച്ചയായും UP പോലത്തെ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ
തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഞങ്ങളെ സഹായിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ എല്ലാ ശക്തികളും അന്ന് നരേന്ദ്രമോദി എടുത്ത ഏക എഫർട്ട് എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും രാഹുൽ ഗാന്ധിനെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ നിയോജക മണ്ഡലത്തിൽ തളച്ചിടുക. ഈ രണ്ട് ലക്ഷ്യം നടക്കാതിരുന്നത് അന്ന് പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രചരണമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോകാനും പ്രയാസം ഉണ്ടായില്ല. അതേ സമയത്ത് നരേന്ദ്രമോദിയുടെ ആ അജണ്ട തകർക്കുകയും ചെയ്തു. അത് പ്രിയങ്ക ഗാന്ധിയാണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ മാത്രമല്ല, അന്ന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അന്ന് മറുപടി കൊടുത്തതും അന്ന് പ്രിയങ്ക ഗാന്ധിയാണ്. അതിലേക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും. പാർട്ടിക്ക് അത് കരുത്ത് പകരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദേശീയ തലത്തിലൊരു വലിയ വിശാല മതേതര സഖ്യം വേണമെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്, മറുഭാഗത്ത് CPM പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബംഗാളിൽ കോൺഗ്രസും CPM കൂടെ യോജിക്കാനുള്ള അല്ലെ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന പാർട്ടിയാണ് BJP. സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് ആ രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടിയെ പരാജയപ്പെടുത്താൻ പ്രാദേശികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് കേന്ദ്രത്തിൽ ഒരു ഉറപ്പുള്ള ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കുക. അതിനാരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ ഇടതുപക്ഷം ഉൾപ്പെടെ ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. ആ സമയത്താണ് ഇവിടെ കൊലപാതകമൊക്കെ നടത്തിയിട്ട് ഏതാണ്ട് മോഡിയും പിണറായിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നമുക്ക് ഇവിടെ തർക്കിക്കാം നമുക്ക്, പക്ഷേ ഇവിടെ നമ്മൾ പരസ്പരം കൊല്ലുന്ന രാഷ്ട്രീയം ഒരിക്കലും ശരിയല്ല. ബംഗാളിൽ കൂട്ടുകെട്ടുണ്ടായ തെറ്റില്ലെന്നാണ് താങ്കളുടെ അഭിപ്രായം? അവിടുത്തെ ബംഗാളിലത്തെ ഒരവസ്ഥയിൽ അങ്ങനെയൊരു സഖ്യത്തിലേക്ക് അവിടെ എന്നാൽ ഇപ്പോഴും ആയിട്ടില്ല, ചർച്ചകളൊന്നും ആയിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മമതാ ബാനർജി BJP സ്റ്റാൻഡൊക്കെയാണ് എടുക്കുന്നതെങ്കിലും അവിടെ വന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവരവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ മമതാ ബാനർജി കോൺഗ്രസ് നേതൃത്വമായിട്ട് തെറ്റില്ലാത്ത ബന്ധമാണ്. അത് തെറ്റില്ലാത്ത ബന്ധം തന്നെയാണ്. പക്ഷേ ബംഗാളിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ചില കളികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് വിജിലൻ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM-ഓട് ധാരണ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാദേശിക ഘടകത്തിന് അവിടെ പിന്തുണ കൊടുത്തിട്ടുള്ളത്. എൻ്റെ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നോ, അതല്ല CPM ഉൾപ്പെടെയുള്ളവരായിട്ട് സീറ്റ് ധാരണ, അങ്ങനെയാണ് സീറ്റ് ധാരണയാണെങ്കിൽ അതുപോലെ സ്വീകരിച്ചോ എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദേശീയ നേതൃത്വം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബംഗാളിലെ CPM ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 35 വർഷത്തെ ദുർഭരണത്തിൻ്റെ ഫലമായിട്ട് അവരും ഏതാണ്ട് തകർന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തുല്യ ദുഃഖിതർ തമ്മിലുള്ളൊരു ഉണ്ടാവുമല്ലോ, ആ ഒരു ബന്ധത്തിനപ്പുറമൊന്നുമില്ല. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം ആൾക്കാർ മത്സരിക്കരുതെന്നൊരു വാദവും വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രീതി വരുമായിരിക്കും? ആ രീതി തന്നെ വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഏത് കേസിനും ആണെങ്കിലും എക്സംഷൻ കൊടുക്കാനുള്ള അധികാരം ഹൈക്കമാൻഡിനുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസിനെതിരെ BJP ഉയർത്തുന്ന, അല്ലെങ്കിൽ മോദി അടക്കം ഉയർത്തുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം കുടുംബവാഴ്ച എന്നാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, ഒരു കുടുംബം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായൊരു കുടുംബത്തിനോട് ജനങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാവും. അതാണ് നെഹ്റു കുടുംബത്തിനോടുള്ളത്. അത് സംഘികളുടെ കുടുംബത്തിനോടുണ്ടാവില്ല. അവർക്ക് ഈ രാജ്യത്തിനോട് തന്നെ കൂറ് കുറവാണ്. അവർക്ക് മതമാണ് വലുത്, അവരുടെ ആരാധനയാണ് അവർക്ക് ഏറ്റവും വലുത്. നേരെ മറിച്ച് ഒരു സെക്യുലർ കാഴ്ചപ്പാടാണ് എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനുണ്ടായിട്ടുള്ളത്. അത് വെറും പാചകത്തിലല്ല, പ്രവൃത്തിയിൽ. ആ കുടുംബങ്ങളെ വിവാഹം പോലും ജാതി മതം നോക്കിയിട്ടുള്ളതല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള, വിശാലമായൊരു കാഴ്ചപ്പാടുള്ള ഒരു കുടുംബത്തിനോട് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള സ്നേഹമാണ് നെഹ്റു കുടുംബത്തിനുള്ള സ്നേഹം. അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെൻറ് വരൂ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെൻറ് തന്നെ ഈ രാജ്യത്ത് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷ സഫലമാവട്ടെ. എല്ലാ ആശംസകളും.